അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നേറ്റീവ് ലാംഗ്വേജ് എഫിഷ്യൻസി. അതായത് നമ്മളിപ്പം ഒരു മലയാളത്തിലാണ് ഒരു കാര്യം ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ അതിൻ്റെ ആൻസേഴ്സ് വളരെ എഫിഷ്യൻ്റായിട്ട് തരാൻ പറ്റുന്ന ചാറ്റ് ജിപിടിയേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു ക്ലോഡ്. പക്ഷേ അതിനേക്കാളും എത്രയോ എഫിഷ്യൻ്റ് ആയിട്ടാണ് ഫ്രീ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡീപ് സീക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഡീപ് സീക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഡീപ്പ് തിങ്കിങ് മോഡ്. നമ്മൾ ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളോട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അവർ ഏത് രീതിയിൽ തിങ്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ആ മനസ്സിലായ കാര്യം അവർ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലുള്ള ഒരു പ്രോസസ്സിങ് ആൻസർ നമുക്ക് അയച്ചു തരികയും ഇത് ഡീപ് സീക്ക് ഇങ്ങനെയാണ് ഞാനിപ്പോൾ ചോദിച്ച കാര്യം ഡീപ് സീക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുകയും അതിനുശേഷം എനിക്ക് അതിനുള്ള എക്സാക്റ്റ് ആൻസർ തരികയും ചെയ്യും. അപ്പോൾ ഈ ഡീപ് സീക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്ന ഈ ആൻസറിൽ ഡീപ് സീക്കിന് ഇങ്ങനെയാണ് മനസ്സിലായത് എന്നുള്ളതിൽ എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചേഞ്ചും കൂടി വരുത്തിയിട്ട് എനിക്ക് വീണ്ടും ക്വസ്റ്റ്യൻ മോഡിഫൈ ചെയ്യാനും അതിനുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ തിരിച്ചു കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എഫിഷ്യൻസികളെല്ലാം വെച്ചിട്ടാണ് അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റികളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ടെക് ലോകം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചാറ്റ് ജിപിടിയുടെ അന്തകനാണോ ഡീപ് സീക്ക് എന്നത്. ഇനി ഡീപ് സീക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ലോക കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ഡീപ് സീക്ക് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് ജനുവരി 20-നാണ്. ഈ സെയിം ജനുവരി 20-നാണ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരമേൽക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന ആ ദിവസം തന്നെ ഡീപ് സീക്ക് ലോഞ്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ടെക് വേൾഡ് ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുന്നേ പ്രഖ്യാപിക്കുകയും പിന്നീട് അത് നടപ്പിലാക്കുകയും ചെയ്ത ഒരു കാര്യമാണ് ടെക്നോളജി ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അമേരിക്കയിലേക്ക് മാത്രമാക്കി ചുരുക്കുകയും ടെക് ഭീമന്മാരായ NVIDIA അടക്കമുള്ള GPU നിർമ്മാതാക്കളോട് ചൈനയിലേക്ക് ഒരു തരത്തിലുള്ള ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള ഒരു സർവീസും അല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യരുത് എന്നുള്ള നിയമം ട്രംപ് കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പുതിയ ഡെവലപ്മെൻറ്റുകളോ പുതിയ കാര്യങ്ങളോ കൊണ്ടുവരാനുള്ള റിസോഴ്സസ് തടയുക വഴി അമേരിക്കയെ ടെക്നോളജി രംഗത്ത് ഒന്നാമനാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ട്രംപിൻ്റെ ഉദ്ദേശം. ആ ഒരു ഉദ്ദേശത്തിനേറ്റ ഒരു അടിയും കൂടിയായിട്ടാണ് ടെക് ലോകം ഡീപ് സീക്കിൻ്റെ ഈ ഒരു വരവിനെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെറും 50 കോടി രൂപ മാത്രം മുതൽ മുടക്കിലുണ്ടാക്കിയ ഒരു AI ഓപ്പൺ AI പ്ലാറ്റ്ഫോം വെറും 24 മണിക്കൂർ കൊണ്ട് അമേരിക്കയുടെ സ്റ്റോക്ക്